Good morning, darlings. Yeah. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വളകാപ്പ് വീഡിയോ ആണ്. അപ്പം ഞാനിത് എഴുന്നേറ്റിട്ടുള്ളു. ഇനി എനിക്ക് ഫ്രഷ് ആവണം, ഒന്ന് കുളിക്കണം. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വീഡിയോ ബാക്കി തുടങ്ങാം. ഓക്കേ. അപ്പം ഞാനങ്ങനെ ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിൽ വന്നതാണ്. നേരെ കണ്ണാടി നോക്കിയിട്ട് കുറച്ച് കോപ്രായൊക്കെ കാണിച്ച് നേരെ ഞാൻ പോയി റെഡി ആയിട്ട് വരാവേ. ഞാൻ റെഡിയായി, എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഇന്ന് കഴിക്കണത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. കഴിച്ചിട്ട് വരാവേ. ഓക്കെ. ഞാനിപ്പോൾ എന്താണ് കുളിച്ച് റെഡിയായി ഫുഡ് കഴിച്ച്. എനിക്ക് ഇനി ചെയ്യാനുള്ളത് എന്നാ മൈലാഞ്ചി ഇടണം. കാരണം ഇന്നലെ ഇടാമെന്ന് പറഞ്ഞ മൈലാഞ്ചിയാണ്. എനിക്ക് ഇന്നലെ ഇടാൻ ടൈം കിട്ടിയില്ല. വന്നപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ പിന്നെ പോയി കിടന്ന്. അപ്പം മൈലാഞ്ചി ഇടാം. ഓക്കെ. ഞാനേ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കാര്യം ആലോചിച്ചത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിലും ഉണ്ട്, എനിക്ക് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ ഇടുന്ന കുറേ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. പിന്നെന്താ, അല്ലാതെ ആൾക്കാർ ലൈക്ക് ഷെയർ കമൻറ്റ്. ഓക്കെ. പിന്നെ ഇതാണ് ഞാൻ മൈലാഞ്ചി. കൊള്ളാമോ? സത്യമായിട്ട് എനിക്ക് മൈലാഞ്ചി അറിഞ്ഞൂടെ. ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സാധനം വരക്കണേ. അപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാവേ. ബൈ. ഞാനിപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ഞാൻ ഇവരോട് പറഞ്ഞത് എന്താണ് 10 മണിക്ക് വരാമെന്നാണ്. ഇപ്പോൾ സമയം 9:45. ഞാൻ പോയി റെഡിയായി. എനിക്ക് ഇത് കഴുകണം. ഇതിപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് അധികം ചുമക്കണ്ട ചുമയല്ല, അധികം ഒന്ന് ചുമന്ന് കളറാവേണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. കൊള്ളാല്ലേ? അല്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ തന്നെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇതൊന്ന് വാഷ് ചെയ്യട്ടെ. ഇപ്പം കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് പക്ഷെ പോകാൻ സമയമായത് കൊണ്ട് അധികം ചുമക്കണ്ട. പിന്നെ ഒന്ന് വാഷ് ചെയ്യട്ടെ. ഞാൻ ഈ മെഹന്തി വാഷ് ചെയ്തപ്പോൾ ചുമന്നില്ല, ഓറഞ്ച് കളറായി. ചുമക്കുമായിരിക്കും. ഞാനെന്നപ്പോൾ റെഡി ആവട്ടെ. റെഡിയല്ല, പോട്ടെ. അല്ലെങ്കിൽ ഇനി വൈകി കഴിഞ്ഞാൽ എനിക്ക് നല്ല ആട്ടും സുഖം കിട്ടും. അപ്പം ഞാൻ മറന്നുപോയി, ഇത് 28 ജൂണാണ്. ഇത് ഞങ്ങളുടെ സൗമ്യ മാഡത്തിൻ്റെ വളകാപ്പ് ചടങ്ങാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി മാഡത്തിന് സർപ്രൈസ് എല്ലാം നമ്മൾ ഇന്നലെ ഒരുക്കി ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആകും. എന്താ പറയുക, നമ്മൾ എന്താണ് എല്ലാം ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഇനി മാഡത്തിന് ഞാനാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സാരിയൊക്കെ അവരെല്ലാവരും കൂടി ഉടുപ്പിക്കാമെന്നാണ് പറഞ്ഞത്. എനിക്ക് സാരി ഉടുക്കാൻ അറിയാം. പിന്നെ ഞാനും സാരി ഉടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചാണ്. ഇതൊരു കോട്ടേഴ്സാണ്. നമ്മൾ ഈ കോട്ടേഴ്സിൽ ബെഡ്ഷീറ്റിൽ നമ്മൾ എസ് പേപ്പറിലെ കൊണ്ടാണിത് ചെയ്യണത്. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് വന്ന് സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഹെൽപ്പ് ചെയ്തത്. എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അമ്മേ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? പിന്നെ ഞാൻ, ഹേമ മാഡം, ദിവ്യ മാഡം, റോഷിയും കൂടിയാണ് നമ്മുടെ സ്പോട്ടിലോട്ട് ചെല്ലണത്. അപ്പോൾ മാഡം ആയിരുന്നു വണ്ടി ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിൽ നേരെ ദിവ്യ മാഡത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്ക് അവിടെ ചെല്ലാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയത്ത് സൗമ്യ മാഡത്തിന് ഓൾറെഡി നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്തില്ല, മറന്നുപോയി. അപ്പോൾ ഇതാണ് സൗമ്യ മാഡത്തിന് ഞാൻ ഒരുക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിന് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചത്. അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കണേക്കാളും സൂപ്പറായിട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും വന്ന് എല്ലാവരും കൂടി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു ചെറുതായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ അടിപൊളിയായിട്ട് ഭയങ്കര സൂപ്പറായിട്ട് കിട്ടി ഞങ്ങൾക്ക്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, നല്ല ഹാപ്പിനെസ് ആയിരുന്നു ഞങ്ങൾക്ക്.
അത് കഴിഞ്ഞ് റീൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കണമായിരുന്നു. കുറേ നേരം ഞങ്ങൾ തെറ്റിക്കണമായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവന്റെ ഗതി. ഓക്കെ 1 2 3 ഗോ. ഇതൊക്കെ എന്ത് 2000 years later. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റായി നേരെ വീട്ടിലോട്ട് ചെന്ന് കുറച്ച് പോണ വഴിക്ക് മഴയുണ്ടായിരുന്നു. അങ്ങനെ വീടെത്തി ഞാൻ. അപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ദേ വീട്ടിൽ വന്ന് കുളിച്ച് ഇങ്ങനെ ഇരിക്കണേണ്. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. എൻ്റെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് കഴിക്കണത്. ഫുഡ് കഴിച്ചിട്ട് എനിക്കൊന്ന് ഉറങ്ങണം, നല്ല ടയേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് കമൻറ്റ് ഇടുക. ടാറ്റാ, ബൈ ബൈ, ലവ് യു.